നമ്മൾ ഇനി പാലക്കാടേക്ക് പോവുകയാണ്. പാലക്കാട് നിന്ന് വിനേഷും ഒപ്പം കൊച്ചിയിൽ നിന്ന് നവമി ദിനേശും ചേരുന്നുണ്ട്. ആദ്യം വിനേഷിലേക്ക്. വിനേഷ്, പാലക്കാട്ടെ സാഹചര്യം എങ്ങനെ? എൽദോ, പാലക്കാട് നിലവിലെ സാഹചര്യത്തിൽ മഴയില്ല. ഇന്നലെ രാത്രിയിൽ മാത്രമാണ് മഴയുള്ളത്. പക്ഷേ ഈ മംഗലം ഡാമിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മഴയുണ്ടായിരുന്നു. ഇന്നലെയും മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡാം ഇന്ന് അതിൻ്റെ 3 ഷട്ടറുകൾ ഇന്ന് ഉയർത്തിയേക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും നിലവിൽ 75.73 മീറ്റർ, അതായത് ഡാമിൻ്റെ ബ്ലൂ അലർട്ട് ലെവലിൽ വെള്ളം എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡാം ഷട്ടറുകൾ ഇന്ന് തുറന്നേക്കും എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും ശക്തമായൊരു മഴ പാലക്കാടില്ല. നമുക്കറിയാം, പാലക്കാടുള്ള 8 ഡാമുകളിൽ ഈ മംഗലം ഡാമിൽ മാത്രമാണ് ഇത്തരത്തിൽ ഈ ബ്ലൂ ലെവൽ അലർട്ടിൽ വെള്ളം എത്തിയിരിക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ പലയിടത്തും വെള്ളമില്ലാത്തൊരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. അതായത് ഏറ്റവും വലിയ ഡാമായ മലമ്പുഴയിൽ വെള്ളം കുറവാണ്. അതുപോലെ തന്നെ മറ്റേ കാഞ്ഞിരപ്പുഴ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ശിരുവാണിയിൽ പിന്നെ തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്നതാണ്. ഇവിടെ എല്ലാം തന്നെ വെള്ളം ഇല്ലാത്തൊരവസ്ഥയുണ്ട്. കാരണം പലയിടത്തും കരുതൽ ശേഖരം മാത്രമാണ് വെള്ളമുള്ളത്. എന്തായാലും മംഗലം ഡാമിലെ അവസ്ഥയാണ് കുറച്ചുകൂടെ. മംഗലം ഡാമിൽ കൃത്യമായി തന്നെ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു മംഗലം ഡാമിൽ തുറന്നതെങ്കിൽ ഇത്തവണ നേരത്തെ തന്നെ അവിടെ മംഗലം ഡാം നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും 11 മണിയോടുകൂടി തന്നെ മംഗലം ഡാം തുറക്കും. ഇതിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളിലുള്ള ആളുകളോട് ജാഗ്രത പുലർത്താൻ ജില്ലാ ഭരണകൂടം പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും പുഴയിലോ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന തോടുകളിലോ ഒന്നും ആളുകൾ ഇറങ്ങരുതെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൃത്യം 11 മണിക്ക് തന്നെ ഇതിൻ്റെ ഷട്ടറുകൾ ഉയർത്തും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എൽദോ. റൈറ്റ്, വിനേഷ് കുമാർ.